നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു വലിയ ട്രെയിൻ ദുരന്തത്തെ ലക്ഷ്യമിട്ടു. ഒരു ഭീകരാക്രമണ പദ്ധതി അടക്കം സംശയിക്കുന്ന രീതിയിലേക്ക് ട്രെയിൻ അട്ടിമറി സാധ്യതയാണ് NIA സംഘം അടക്കം ഇപ്പോൾ സംശയിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ സംഭവിച്ച ഈ അട്ടിമറിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചു പോരുന്നു. കൊല്ലം പുനലൂർ കൊല്ലം പാതയിൽ റെയിൽവേ ട്രാക്കിൽ ടെലഫോൺ പോസ്റ്റ് എടുത്തു വെച്ചത് അട്ടിമറിക്ക് വേണ്ടി തന്നെയാണെന്നുള്ള രീതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ട്രെയിൻ യാത്രക്കാരെ അപായപ്പെടുത്തുക, ജീവഹാനി വരുത്തുക, അവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രതികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ് റെയിൽവേ ട്രാക്കിൽ യാതൊരുവിധ സാധനങ്ങളും എടുത്തു വയ്ക്കാൻ പാടുള്ളതല്ല എന്നുള്ളത്. അപ്പോഴാണ് ഇരുമ്പ് പോസ്റ്റ് എടുത്ത് ട്രാക്കിൽ ഒന്നിലധികം തവണ ഈ പ്രതികൾ മനഃപൂർവ്വം അപകടം സൃഷ്ടിക്കാനായി എടുത്തു വച്ചിരിക്കുന്നത്. FIRൽ ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. കേസിൽ NIA സംഘം അടക്കം അന്വേഷണത്തിൽ പങ്കുചേരുന്നുണ്ട്. NIA സംഘം പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യലഹരിയിലാണ് തങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നുള്ള വാദം പ്രതികൾ ഉയർത്തി. പക്ഷേ പോലീസ് അതിനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. ഒരിക്കലും മദ്യലഹരിയിൽ ചെയ്തതല്ല, സ്വബോധത്തോടുകൂടി തന്നെയാണ് പ്രതികൾ ഇങ്ങനെ ഒരു അപകടം വരുത്തി വയ്ക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 1:20 നവായിക്കുളം പഴയ അഗ്നിരക്ഷാ നിലയത്തിന് സമീപത്തെ ട്രാക്കിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കിടക്കുന്നതായി കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ഇതാര് കൊണ്ടിട്ടു എന്നുള്ള അന്വേഷണം പോലീസും RPFും സംയുക്തമായി തന്നെ നടത്തിയത്. സംഭവത്തിൽ ഇളമ്പുള്ളൂർ സ്വദേശിയായ 39-കാരൻ അരുണിനെ, പെരുമ്പുഴ പാലപ്പയ്ക്ക് സ്വദേശിയായ രാജേഷ് എന്ന 33-കാരനെയും കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ തിരിച്ചറിയാനും പിടികൂടാനും സാധിച്ചത്. പെരുമ്പുഴ ബാറിനടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവ് ശേഖരിച്ച് ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതികളെന്ന രീതിയിൽ തന്നെയാണ് പരിശോധിക്കുന്നത്. പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി ശരിയാണോ എന്നുള്ളതും അന്വേഷിക്കും. വൻ അപകടം തെന്നിമാറിയത് തലനാടിരയ്ക്കാണ്. ഒരു വലിയ ചോരപ്പുഴ തന്നെ ഒഴുകാവുന്ന രീതിയിലേക്ക് കൊല്ലം വീണ്ടും ഒരു വലിയ ട്രെയിൻ ദുരന്തത്തിന് ഒരുപക്ഷെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നേനെ. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് 2 തവണയും ഇത് മുൻകൂട്ടി കാണാനായി സാധിച്ചിട്ടുള്ളത്. അത്രയധികം ക്രൂര മനസ്സുള്ളവരാണ് ഈ പ്രതികളെന്നുള്ളതും വ്യക്തമാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 320-ാം വകുപ്പ് അനുസരിച്ചാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. കപ്പൽ, ട്രെയിൻ, വിമാനം തുടങ്ങിയ യാത്രാ ഗതാഗത സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നിവ തന്നെയാണ് ഈ വകുപ്പിൽ പ്രതിപാദിക്കുന്നത്. ഗുരുതരമായ വിഷയം. അതുകൂടാതെ റെയിൽവേ ആക്ട് അനുസരിച്ചുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് FIRൽ ചുമത്തിയിരിക്കുന്നത്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നുള്ള കണ്ടെത്തൽ കൂടി പോലീസ് നടത്തിയപ്പോൾ സംശയം കൂടുതൽ വിപുലപ്പെടുത്തുകയാണ്. ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും കൈകളുണ്ടോ, ഏതെങ്കിലും നിർദ്ദേശാനുസരണമാണോ അവർ ഇങ്ങനെ ചെയ്തത്? ഭീകരാക്രമണ സാധ്യത അടക്കം തുടക്കത്തിൽ സംശയിക്കുന്നുണ്ടായിരുന്നു. നിരവധി കേസുകളിൽ ഇരുവരും പ്രതികളാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പെരുമ്പുഴ സ്വദേശിയായ അരുൺ നേരത്തെ പോലീസിനെ ആക്രമിച്ച കേസിലും പ്രതി കൂടിയാണ്. ഇന്ന് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് റെയിൽവേ ട്രാക്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സമീപവാസിയായ യുവാവാണ് റെയിൽവേ ട്രാക്കിന് കുറുകെ ഒരു ടെലഫോൺ പോസ്റ്റ് വെച്ചിരിക്കുന്നത് കണ്ടത്. വളരെ വേഗം ഇയാൾ കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പറായ ആനന്ദിനെ വിളിച്ചറിയിച്ചു. ആനന്ദ് വളരെ വേഗത്തിൽ റെയിൽവേ പോലീസിനെയും എഴുകോൺ പോലീസിനെയും വിളിച്ചു പറയുകയും സ്ഥലത്തെത്തി അവർ പോസ്റ്റ് മാറ്റുകയും ചെയ്തു. പിന്നീട് ഏകദേശം 3:30 സംഭവ സ്ഥലത്ത് പെട്രോളിംഗ് നടത്തിയ RPF സംഘം പിന്നീടും ഈ റെയിൽവേ ട്രാക്കിന് കുറുകെ പോസ്റ്റ് കിടക്കുന്നതായി കണ്ടു. കുണ്ടറ പോലീസൊക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുമ്പ് ഭാഗം ട്രാക്കിനുള്ളിൽ കിടക്കുന്നതായി കണ്ടെത്തിയത്. അതോടെ അട്ടിമറി ശ്രമത്തെക്കുറിച്ചുള്ള സംശയം കൂടുതൽ ബലപ്പെട്ടു. അന്വേഷണം ഊർജിതമാക്കി. ഇതിന് പിന്നിൽ ആരോ മനഃപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട്. പോസ്റ്റ് ട്രാക്കിൽ നിന്ന് മാറ്റി മിനിറ്റുകൾക്കുള്ളിലായിരുന്നു തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് ഇതുവഴി കടന്നുപോയത്. ഒരുപക്ഷേ കുറച്ച് സമയമെങ്കിലും വൈകിയിരുന്നെങ്കിൽ വലിയ അപകടമായിരിക്കും അവിടെ സംഭവിക്കേണ്ടിയിരുന്നത്. പോസ്റ്റിൻ്റെ ഇരുമ്പ് ഭാഗം മോഷ്ടിക്കാൻ വേണ്ടി പോസ്റ്റ് ട്രാക്കിൽ വെച്ചുവെന്നാണ് പോലീസിന് പ്രതികൾ കൊടുത്തിരിക്കുന്ന മൊഴി. എന്നാൽ അതിനെ പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുന്നു. ടെലഫോൺ പോസ്റ്റിൽ നിന്നും കാസ്റ്റ് അയൺ പൊട്ടിച്ച് മോഷ്ടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അരുണും രാജേഷും പോലീസിനോട് ഒരുപോലെ നൽകിയ മൊഴി ഇതാണ്. റോഡരികിൽ വെച്ച് ചുറ്റിക കൊണ്ട് അടിച്ചും അല്ലാതെയും പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും അത് പൊട്ടി പുറത്തു വന്നില്ല. അതിനെ തുടർന്നാണ് റെയിൽവേ ട്രാക്കിൽ അത് കൊണ്ടിട്ടതെന്നും മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസും RPFും അട്ടിമറി സാധ്യത തന്നെയാണ് ഇപ്പോഴും സംശയിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കുണ്ടറ നെടുമ്പായിക്കുളം പഴയ അഗ്നിരക്ഷാ നിലയത്തിന് സമീപത്തെ ട്രാക്കിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. എറണാകുളത്ത് പോയി മടങ്ങി വരികയായിരുന്ന പ്രദേശവാസികളായ 2 യുവാക്കളാണ് പുലർച്ചെ 1:20 ട്രാക്കിൽ ഇങ്ങനെ ടെലഫോൺ പോസ്റ്റ് വെച്ചിരിക്കുന്നത് കണ്ടത്. പള്ളിമുക്ക് റെയിൽവേ ഗേറ്റിലെത്തി ഗേറ്റ് കീപ്പറെ വിവരമറിയിച്ചു.
ഗേറ്റ് കീപ്പറായ ആനന്ദ് പറഞ്ഞതനുസരിച്ച് എഴുകോട് SIയുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ വേഗത്തിൽ സ്ഥലത്തെത്തി പോസ്റ്റ് മാറ്റിയിട്ടു. സ്ഥലപരിശോധനയ്ക്കായി 4:15 പുന്നൂരിൽ നിന്നുള്ള RPF സംഘം എത്തിയപ്പോൾ വീണ്ടും സമാനമായ സംഭവം അവിടെ കണ്ടെത്തി. ടെലിഫോൺ പോസ്റ്റ് ഉണ്ടായിരുന്നു. അർദ്ധരാത്രി 12:15 കൊല്ലത്ത് നിന്നും പാലരുവി എക്സ്പ്രസ് പുനലൂരേക്ക് പോയിരുന്നു. അത് യുവാക്കൾ കണ്ടില്ലായിരുന്നെങ്കിൽ വലിയ അപകടം തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. 3:30 തിരിച്ചു വന്ന ട്രെയിൻ അപകടത്തിൽപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു. RPF സംഘം രണ്ടാമത് പോസ്റ്റ് മാറ്റിയില്ലെങ്കിൽ 6:30 എത്താനായിരുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസും അപകടത്തിൽപ്പെടുമായിരുന്നു. അതിലും ഒരു സംശയവുമില്ലായിരുന്നു. അങ്ങനെ തലനാഴിരയ്ക്ക് മാറിയിരിക്കുന്നത് ഒരു ഭീകര ദുരന്തം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.